ശ്രുതി, ഇപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിച്ച പോലെ അപകടങ്ങൾ തുടരെ വന്നു കഴിഞ്ഞാലേ അധികൃതരുടെ കണ്ണു തുറക്കപ്പെടുകയുള്ളൂ അതെ, ചിലപ്പോൾ അതും എന്നിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ എത്ര അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലാണ് ഒന്ന് കണ്ണു തുറക്കുന്നതെന്നല്ലേ? അങ്ങനെ കണ്ണു തുറന്ന ഒരു വാർത്തയിലേക്കാണ്. അപകടങ്ങൾ തുടർക്കഥയായതോടെ അധികൃതർ കണ്ണു തുറന്നു. ഇടുക്കി അടിമാലി കുമളി സംസ്ഥാന പാതയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കി. പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത്. കാലവർഷം എത്തുന്നതിനു മുമ്പേ വഴിയരികുകളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയെങ്കിലും ഇത് പാലിക്കപ്പെട്ടിട്ടില്ല. അടിമാലി കുമളി ദേശീയപാതയിലും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും മരങ്ങൾ വീണ നിരവധി അപകടങ്ങളുണ്ടായി. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീൻ കെയർ കേരള ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ പരാതി നൽകിയിരുന്നു. ഇതോടൊപ്പം തന്നെ അടിമാലി ടൗണിന് സമീപം 2 വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണ അപകടവുമുണ്ടായി. ഇതോടെ പ്രതിഷേധവും ഉയർന്നു. തുടർന്നാണ് അടിമാലി കുമളി ദേശീയപാതയിൽ അടിമാലി മുതൽ പനംകൂട്ടി വരെയുള്ള 50 മരങ്ങൾ മുറിച്ചു നീക്കുവാൻ നടപടി സ്വീകരിച്ചത്. അതേസമയം മഴ കനക്കുന്നതിന് മുമ്പ് മറ്റു മേഖലകളിലെയും മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം. ഇത്തവണ കാലവർഷം ആരംഭിച്ചതിന് ശേഷം റോഡിലേക്ക് മരം വീണ 7ലധികം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരിമംഗലത്ത് കാറിന് മുകളിലേക്ക് മരം വീണ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. റിപ്പോർട്ടർ ഇടുക്കി.